കർണാടക സംസ്ഥാനത്തിലെ ഉടുപ്പി ജില്ലയിൽ ബൈന്ദൂർ താലൂക്കിൽ കൊല്ലൂർ എന്ന സ്ഥലത്ത് സൗവർണിക നദിയുടെ തെക്കേ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം. മലയാളികളുടെ ഇടയിൽ കൊല്ലൂരിനോളം പ്രശസ്തമായ മറ്റൊരു ക്ഷേത്രം കാണില്ല. മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നീ 3 ശക്തിഭാവങ്ങളുടെ ഐക്യരൂപം എന്നാണ് വിശ്വാസം. മൂകാംബിക എന്നറിയപ്പെടുന്ന മാതൃദൈവത്തിന് സമർപ്പിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രമാണിത്. ലോകമെമ്പാടുമുള്ള ശക്തി ഉപാസകരുടെയും ഭഗവതി ഭക്തരുടെയും ഒരു പുണ്യകേന്ദ്രം കൂടിയാണ് ഇവിടം. എല്ലാ ജാതി മതസ്ഥർക്കും ഇവിടെ ദർശനം അനുവദീയമാണ്. മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി ഐക്യരൂപിണിയായ ആദിപരാശക്തിയാണ് മൂകാംബിക എന്ന പേരിൽ ഇവിടെ ആരാധിക്കപ്പെടുന്നത്. എന്നാൽ മറ്റു ചില ദേവീക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ 3 രീതിയിലുള്ള പ്രത്യേക പൂജയില്ല. എല്ലാ പൂജകളും ഈ 3 സങ്കല്പങ്ങളെയും ചേർത്തുള്ളതാണ്. ശ്രീചക്രപീഠത്തിൽ ഭഗവതിയോടൊപ്പം ത്രിമൂർത്തി സാന്നിധ്യം ഉൾക്കൊള്ളുന്ന ശിവലിംഗം കൂടിയുള്ളതിനാൽ ശിവശക്തി ത്രിമൂർത്തി ഐക്യരൂപത്തിലാണ് പ്രതിഷ്ഠ. ആദിപരാശക്തിയുടെ അടയാളം എന്ന് കരുതപ്പെടുന്ന ശ്രീചക്ര പ്രതിഷ്ഠയ്ക്ക് ഇവിടെ അതീവ പ്രാധാന്യമുണ്ട്. വടക്ക് ഗോകർണം മുതൽ തെക്ക് കന്യാകുമാരി വരെ കിടന്നിരുന്ന പുരാതന കേരളത്തിൻ്റെ രക്ഷയ്ക്കായി പ്രതിഷ്ഠിക്കപ്പെട്ട 4 അമ്പമാരിൽ പ്രധാനിയാണ് മൂകാംബിക എന്ന സങ്കല്പമുണ്ട്. ആയതിനാൽ മലയാളികൾ ധാരാളമായി ദർശനം നടത്തുന്ന ഒരു ക്ഷേത്രം കൂടിയാണിത്. ഈ മഹാക്ഷേത്രത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഭഗവതി സാന്നിധ്യം കൊണ്ട് 108 ദുർഗാലയങ്ങളിലും ശിവസാന്നിധ്യം കൊണ്ട് 108 ശിവാലയങ്ങളിലും ഉൾപ്പെടുന്ന ഒരു ക്ഷേത്രമാണിത്. മീനമാസത്തിലെ കൊടിയേറ്റോത്സവവും അതിനോടനുബന്ധിച്ചിട്ടുള്ള മഹാരഥോത്സവവും അശ്വനി മാസത്തിലെ ആദ്യ 9 നാൾ നീണ്ടു നിൽക്കുന്ന നവരാത്രി വിജയദശമി ഉത്സവവും വിദ്യാരംഭം ഇവിടെ പ്രധാനമാണ്. കൂടാതെ യുഗാദി, ശിവരാത്രി, ദേവി ജന്മാഷ്ടമി തുടങ്ങിയ ദിവസങ്ങളും വിശേഷമാണ്. കർണാടക സർക്കാരിന് കീഴിലുള്ള ഹിന്ദുമത സാംസ്കാരിക സ്ഥാപനത്തിൻ്റെ കീഴിലാണ് ഈ മഹാക്ഷേത്രം. ശിവശക്തി ഐക്യരൂപത്തിലാണ് മൂകാംബിക ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. ശങ്കരാചാര്യരാണ് ഇവിടെ ഭഗവതിയെ ഇന്ന് കാണുന്ന രീതിയിൽ ശ്രീചക്രത്തിൽ പ്രതിഷ്ഠ നടത്തിയതെന്ന് കരുതപ്പെടുന്നു. ശ്രീചക്രത്തിൽ സ്വയംഭൂവായി കുടികൊള്ളുന്ന ജ്യോതിർലിംഗവും അതോടൊപ്പമുള്ള ശങ്കരാചാര്യരാൽ പ്രതിഷ്ഠിക്കപ്പെട്ടതെന്ന് വിശ്വസിക്കപ്പെടുന്ന സിംഹവാഹനയായ മൂകാംബിക ദേവിയുടെ പഞ്ചലോക വിഗ്രഹമാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ.
മുകളിൽ ഒരു സ്വർണ്ണരേഖയുള്ള മേൽപ്പറഞ്ഞ ശിവലിംഗം അതുവഴി രണ്ടായി പകുത്തിയിരിക്കുന്നു. ഇതിൽ വലത്തെ പകുതിയിൽ ബ്രഹ്മാവ്, വിഷ്ണു, മഹാദേവൻ എന്നീ ത്രിമൂർത്തികളുടെ സാന്നിധ്യവും മറുവശത്ത് പരാശക്തിയുടെ 3 ഭാവങ്ങളായ മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നിവരുടെ സാന്നിധ്യവും കണക്കാക്കപ്പെടുന്നു. മേൽപ്പറഞ്ഞ സ്വർണ്ണരേഖ തുല്യമായിട്ടല്ല ശിവലിംഗത്തെ പകുത്തിയിരിക്കുന്നത്, മറിച്ച് അല്പം വലത്തോട്ടു മാറിയാണ്. ത്രിമൂർത്തികളെ പ്രതിനിധീകരിക്കുന്ന വലതുഭാഗത്തിന് തന്മൂലം വലിപ്പം കുറവാണ്. ഇതുമൂലമാണ് ഇവിടെ ദേവി സാന്നിധ്യത്തിന് പ്രാധാന്യം വന്നത്. എങ്കിലും ത്രിമൂർത്തികളെ അവരിൽ തന്നെ പ്രധാനമായും ശിവനെ ഒട്ടും പ്രാധാന്യം കുറവില്ലാതെ കണ്ടുവരാറുണ്ട്. ശംഖ്, ചക്രം, വരം, അഭയം എന്നീ മുദ്രകളണിഞ്ഞ ചതുർബാഹുവായ രൂപമാണ് മൂകാംബിക ദേവിയുടെ പ്രതിഷ്ഠ. സിംഹാസനസ്ഥയായ രാജ്ഞിയുടെ ഭാവമാണ് ശ്രീചക്രത്തിൽ കുടിയിരിക്കുന്ന ഭഗവതിക്ക്. കോലാപുരേശ്വരിയായ മഹാലക്ഷ്മിയായും മൂകാംബിക ആരാധിക്കപ്പെടുന്നു. ക്ഷേത്രത്തിലെ സരസ്വതീ ദേവിയുടെ പ്രത്യേക പ്രതിഷ്ഠയുണ്ട്. കലോപാസകരുടെ കേന്ദ്രമാണ് ഈ സരസ്വതി മണ്ഡപം എന്ന് പറയും. ക്ഷേത്രത്തിൻ്റെ വടക്കുഭാഗത്തായി മറ്റൊരു ചെറിയ ക്ഷേത്രം കാണാം. ഇവിടെ ചാമുണ്ടിയാണ് പ്രതിഷ്ഠ. ചൗഡേശ്വരി എന്ന പേരിലാണ് ഈ ദേവി അറിയപ്പെടുന്നത്. ഇങ്ങനെ 3 ഭാവങ്ങളിൽ ദേവിക്ക് ഇവിടെ പ്രതിഷ്ഠകളുണ്ട്. ഇതെല്ലാം ചേർന്നതാണ് മൂകാംബിക ദേവിയുടെ സങ്കല്പം. പ്രധാന ശ്രീകോവിലിലെ സ്വയംഭൂലിംഗത്തിൽ കുടികൊള്ളുന്ന മഹാദേവനെ ഉപദേവസ്ഥാനത്ത് വ്യത്യസ്തമായ 4 ഭാഗങ്ങളിൽ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. പ്രാണലിംഗേശ്വരൻ, പാർത്ഥേശ്വരൻ, ചന്ദ്രമൗലീശ്വരൻ, നഞ്ചുണ്ടേശ്വരൻ എന്നീ പേരുകളിൽ. ഗണപതി അഷ്ടദശഭുജ ഗണപതി, സ്തംഭഗണപതി, പഞ്ചമുഖ ഗണപതി എന്നീ 3 രൂപങ്ങളിലും മഹാവിഷ്ണു, സുബ്രഹ്മണ്യൻ, ഹനുമാൻ, ശ്രീകൃഷ്ണൻ, വീരഭദ്രൻ, നാഗദൈവങ്ങൾ എന്നിവരെയാണ് ക്ഷേത്രത്തിലെ ഉപദേവതകളായി കുടിയിരുത്തിയിരിക്കുന്നത്. മൂകാംബിക ദേവിയുടെ സേനാനായകനായ വീരഭദ്രനെ തൊഴുത ശേഷമാണ് ദേവീദർശനം നടത്തേണ്ടതെന്നാണ് ആചാരം. കൂടാതെ ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്ത് തെക്ക് കിഴക്ക് ഭാഗത്തായി വലംപിരി ഗണപതിയുടെ ഒരു ക്ഷേത്രമുണ്ട്. വടക്കോട്ട് ദർശനം നൽകുന്ന ഈ ഗണപതി ഭഗവാനെ തൊഴുത ശേഷം വേണം മതിൽക്കെട്ടിനകത്ത് ദർശനം നടത്താൻ എന്നാണ് വിശ്വാസം. വലംപിരി ഗണപതിക്ക് നാളികേരം മുടയ്ക്കുന്നത് അതിവിശേഷമായി കണക്കാക്കപ്പെടുന്നു. മൂകാംബിക ക്ഷേത്രത്തെക്കുറിച്ച് പല സങ്കല്പങ്ങളും ഐതിഹ്യങ്ങളുമുണ്ട്. പുരാണങ്ങളിൽ ഈ ക്ഷേത്രത്തിനെക്കുറിച്ച് പരാമർശങ്ങൾ ഏറെയുണ്ട്. കോലൻ എന്നു പേരുള്ള ഒരു മഹർഷി ഇവിടെ ഒരുപാട് കാലം ദേവി ആദിമഹാലക്ഷ്മിയുടെ പ്രീതിക്കായി തപസ്സിരുന്നത്രേ. ആ അവസരത്തിൽ തന്നെ കംഹൻ എന്ന അസുരൻ മരണമില്ലാത്ത അമരത്വം നേടാനായി ഇതേ പ്രദേശത്തിൽ മൃത്യുഞ്ജയനായ ശിവനെ തപസ് ചെയ്തിരുന്നു. തപസ്സിൽ സന്തുഷ്ടനായി മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ കംഹൻ്റെ നാവിൽ കുടിയേറിയ പരാശക്തി വരം ചോദിക്കാനാകാതെ അസുരനെ മൂകനാക്കി. അങ്ങനെ കംഹാസുരന് മൂകാസുരൻ എന്ന പേര് കിട്ടി. കോപിഷ്ഠനായ മൂകാസുരൻ കോലമഹർഷിയെയും സകല മനുഷ്യരെയും ദേവന്മാരെയും ഉപദ്രവിക്കാൻ ആരംഭിച്ചു.
ഒടുവിൽ ദേവകളുടെയും മഹർഷിമാരുടെയും പ്രാർത്ഥനാപ്രകാരം ദുർഗാ പരമേശ്വരി, മഹാകാളി തുടങ്ങിയ ശക്തികളോടൊപ്പം പ്രത്യക്ഷപ്പെട്ട് മൂകാസുരനെ വധിക്കുകയും ത്രിമൂർത്തികളുടെ അഭ്യർത്ഥന പ്രകാരം മൂകാംബികയായി അവിടെ കുടിയൊരുക്കുകയും ചെയ്തു. ബ്രഹ്മ, മഹാവിഷ്ണു, മഹേശ്വരന്മാരും ദേവിയോടൊപ്പം ഇവിടെ കുടികൊള്ളുന്നു. ജ്യേഷ്ഠമാസത്തിൽ വെളുത്ത പക്ഷത്തിലെ അഷ്ടമി നാളിലാണ് ഭഗവതി ഇവിടെ സ്വയംഭൂവായി അവതരിച്ചു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ആ ദിവസം ഇവിടെ ജന്മാഷ്ടമിയായി കരുതപ്പെടുന്നു. വിദ്യാസമ്പന്നരുടെ നാടായ കേരളത്തിൽ സരസ്വതി ക്ഷേത്രങ്ങൾ ഇല്ലാത്തതിനാൽ ദുഃഖിച്ച ജഗദ്ഗുരു ശങ്കരാചാര്യർ അനേക ദിനങ്ങൾ കുടജാദ്രി മലയിൽ തപസ് ചെയ്തതിനാൽ പ്രസാദിച്ച് മഹാസരസ്വതി പ്രത്യക്ഷപ്പെട്ടു എന്നും കേരളത്തിലേക്ക് ഭഗവതിയെ കൂട്ടിക്കൊണ്ടുവരുന്ന വഴിയിൽ അമ്മയുടെ ഇഷ്ടപ്രകാരം ഈ പ്രദേശത്ത് അന്ന് ദർശനം കൊടുത്ത അതേ രൂപത്തിൽ ശംഖചക്ര വരദായ മുദ്രകൾ അണിഞ്ഞ് മൂകാംബികയിലെ സ്വയംഭൂലിംഗത്തിന് പുറകിലായി അദ്ദേഹം ജഗദീശ്വരിയെ ശ്രീചക്രത്തിൽ പ്രതിഷ്ഠ നടത്തിയെന്നും വിശ്വസിക്കപ്പെടുന്നു. ക്ഷേത്രത്തിൻ്റെ 18 കിലോമീറ്റർ ചുറ്റളവിൽ ഈ ശ്രീചക്രത്തിൻ്റെ ശക്തിപ്രഭാവം ഉണ്ടെന്നാണ് സങ്കല്പം. ശ്രീ ലളിത പരമേശ്വരിയുടെ വാസസ്ഥലവും ശിവശക്തി ഐക്യത്തിൻ്റെ പ്രതീകവുമാണ് മഹാമേരുവിൻ്റെ ചെറിയ പതിപ്പായ ശ്രീചക്രം. ആദിശങ്കരൻ നിശ്ചയിച്ച പൂജാവിധികളാണ് ഈ ക്ഷേത്രത്തിൽ ഇപ്പോഴും പിന്തുടരുന്നത്. ശിവനോടൊപ്പം ഇരിക്കുന്നതിനാൽ ഭഗവതിക്ക് പാർവതീഭാവം കൂടി സങ്കല്പിക്കപ്പെടുന്നു. അങ്ങനെ മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി, ഐക്യരൂപിണിയായ സർവേശ്വരി, ആദിപരാശക്തിയായി മൂകാംബികയിൽ ആരാധിക്കപ്പെടുന്നു. ഒരിക്കൽ രോഗബാധിതനായി കിടന്ന ശങ്കരാചാര്യർക്ക് വേണ്ടി ഭഗവതി കഷായവുമായി പ്രത്യക്ഷപ്പെട്ടു എന്നാണ് ഐതിഹ്യം. ഇതിൻ്റെ സ്മരണയ്ക്കായി ക്ഷേത്രത്തിൽ ഇന്നും കഷായ പ്രസാദം നൽകി വരുന്നു. കുടജാദ്രി മലകളിൽ നിന്ന് ഉത്ഭവിച്ച് ക്ഷേത്രത്തിന് സമീപത്ത് കൂടി ഒഴുകി വരുന്ന പുണ്യനദിയാണ് സൗപർണിക. സൗപർണിക നദിക്ക് ഒരു ഐതിഹ്യമുണ്ട്. സൗപർണികൻ എന്ന അസുരൻ ദേവിയെ പ്രീതിപ്പെടുത്താനായി ഈ നദിക്കരയിൽ വന്നാണ് തപസ്സനുഷ്ഠിച്ചത്. പ്രത്യക്ഷപ്പെട്ട ദേവി അദ്ദേഹത്തിൻ്റെ വരം കൊടുത്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരം ഈ നദിക്ക് സൗപർണിക നാമകരണം ചെയ്യപ്പെട്ടു. അങ്ങനെ ഇത് സൗപർണിക നദിയായി. അംബിക ദേവി സന്നിധിയിലെത്തുന്ന ഭക്തന്മാർ ഈ നദിയിൽ കുളിച്ചു തൊഴുന്നത് വലിയൊരു അനുഗ്രഹമായി കരുതുന്നു. അനേകം ഔഷധ ചെടികളിലൂടെ ഒഴുകി വരുന്നത് കൊണ്ട് സൗപർണിക നദിയിലെ സ്നാനം സർവ്വരോഗ നിവാരണമായി കരുതുന്നു. നിലവിൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണെങ്കിലും ക്ഷേത്രത്തിലേക്ക് എത്തുന്ന ഭക്തരിൽ നല്ലൊരു ശതമാനവും കേരളത്തിൽ നിന്നാണ്. മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നായി മൂകാംബിക ക്ഷേത്രം കണക്കാക്കപ്പെടുന്നു. ഇവിടെ എന്നും മലയാളികളുടെ പ്രവാഹമാണ്. എന്നെങ്കിലും മലയാളികൾ വരാതിരുന്നാൽ ദേവി കേരളത്തിലേക്ക് പോകും എന്നൊരു വിശ്വാസ സങ്കല്പമുണ്ട്.